നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് IPCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ WCPO വിമൻ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകൾക്കെല്ലാം ഈ പാഠം അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നതിനകത്ത് നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് IPCയിലെ കുറച്ച് ഭാഗങ്ങളാണ്. അതിൽ തന്നെ സെക്ഷൻ 85, 86 ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. സെക്ഷൻ 85 86. അപ്പോൾ സെക്ഷൻ 85 എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്വമേധയാ അല്ലാത്ത ലഹരിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് 85 ആണെന്ന് അറിഞ്ഞിരിക്കുക. സ്വമേധയാ അല്ലാത്ത ലഹരി, അതെന്ത് സാധനമാണ് അല്ലെ? അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കൊക്കക്കോള, പെപ്സി പോലുള്ള സാധനങ്ങളിലൊക്കെ നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലാതെ അവരെന്ത് ചെയ്യാണ്, അതിനകത്ത് മദ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കലക്കി തരാണെന്ന് വെച്ചോ, മദ്യം മയക്കുമരുന്ന് എന്തെങ്കിലുമൊക്കെ കലക്കി തരാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ മദ്യം കഴിച്ച് അല്ലെങ്കിൽ ആ ഒരു കൊക്കക്കോള കഴിച്ച് ആ ഒരു അതിനകത്ത് ചേർത്തിരിക്കുന്ന മദ്യത്തിന്റെ ലഹരിയിൽ നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആരെങ്കിലും ഒരു വഴക്കുണ്ടാക്കി ആരെങ്കിലും പിടിച്ച് തള്ളുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലുമൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പിടിച്ച് തള്ളി അവരുടെ തലയെങ്ങനെ എവിടെയെങ്കിലും ചെന്നിടിച്ച് മുറിഞ്ഞെന്നൊക്കെ വെച്ചോളൂ. ഇത് സ്വമേധയാ ചെയ്യുകയാണെങ്കിൽ എന്താകും, വധശ്രമത്തിന് കേസും. പക്ഷേ ഇത് നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കലക്കിയ ഒരു വിഷമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻടോക്സിക്കന്റ് ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കേസ് വരത്തില്ല. മനസ്സിലായില്ലേ എങ്ങനെയാണ് സ്വമേധയാ അല്ലാത്ത ലഹരിയായിട്ട് മാറിയത് എന്ന് മനസ്സിലായോ? നിങ്ങളുടെ അറിവില്ലാതെ, നിങ്ങളുടെ സമ്മതമില്ലാതെ, നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ കലക്കി തരികയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ലഹരിയുടെ പുറത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 85. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് 85 എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറയുന്നത്, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ലഹരിയുടെ നിമിത്തം ആ പ്രവൃത്തിയുടെ സ്വഭാവം അറിയാനോ അയാൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നിയമത്തിന് എതിരാണ് എന്ന് തിരിച്ചറിയാനോ കഴിവില്ലാതെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 85. എന്നിരുന്നാലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും കുറ്റവാളി ലഹരിക്കടിമയായ വസ്തു അയാളുടെ അറിവില്ലാതെ, കണ്ടില്ലേ, അയാളുടെ അറിവില്ലാതെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി അയാൾക്ക് നൽകിയതാവണം. അപ്പോൾ ഇപ്പൊ ഞാനാണ് ഈ കുറ്റം ചെയ്തത്, അങ്ങനെയെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ഈ കേസ് എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഈ ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചു, ഞാൻ മനഃപൂർവ്വം മദ്യം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കുറ്റമായിരിക്കാൻ പാടില്ല. എൻ്റെ അറിവില്ലാതെ ഞാൻ മദ്യത്തിന് അടിമയായ ഒരാളല്ലാതിരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പൊതുവായ ഈ ഒരു ഒഴിവാക്കല് നമ്മുടെ ഈ ഒരു കുറ്റത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയുള്ളൂ. ഓക്കെ അല്ലേ? അതാണ് ഇതിനകത്ത് പറയുന്നത്. സ്വമേധയാലുള്ള മദ്യപാനം ഒരു തരത്തിലും ഒരു പ്രതിരോധമായി ഉന്നയിക്കാൻ കഴിയില്ല. സ്വമേധയാ മദ്യപിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളിൽ കിടക്കുന്ന ജോലി അല്ലെങ്കിൽ കേസ് തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവം, നമ്മുടെ അറിവില്ലാതെയാണ് അല്ലേ? അറിവില്ലാതെയാണെങ്കിൽ അതെന്താണ്, സെക്ഷൻ 85 ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 85 പ്രകാരം ഡിഫൻസായി ഉന്നയിക്കാൻ കഴിയുന്നത് മനഃപൂർവ്വമല്ലാത്ത മദ്യപാനം അല്ലെങ്കിൽ ലഹരി മാത്രമാണ്. അപ്പോൾ ഇതില് ഡിഫൻസ് ആയിട്ട് ഉന്നയിക്കാൻ കഴിയുന്ന എന്താണ്, മനഃപൂർവ്വമല്ലാത്ത മദ്യപാനം അല്ലെങ്കിൽ ലഹരി മാത്രമാണ്. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ ഒരു കേസ് നമ്മുടെ തലയിൽ ആവാതിരിക്കത്തുള്ളൂ അല്ലെ? അപ്പോൾ സെക്ഷൻ 85 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം അല്ലെങ്കിൽ സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യാതിരിക്കണം, മദ്യപിക്കാതെയോ അല്ലെങ്കിൽ നമ്മൾ ഇൻടോക്സിക്കന്റ് ആവാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ സെക്ഷൻ 85 പ്രാവർത്തികമാവുകയുള്ളൂ. അപ്പൊ എന്താണ് സെക്ഷൻ 85 എന്ന് പറഞ്ഞാൽ, സ്വമേധയാ അല്ലാത്ത ലഹരിയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 85. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സെക്ഷൻ 87 ആണ് കേട്ടോ. സെക്ഷൻ 87 ഇതിൽ സെക്ഷൻ 85ഉം 86ഉം പറയുന്നത് ഈ ഒരു കേസ് തന്നെയാണ്. 85-നകത്തും 86-നകത്തും പറയുന്നത് ഈ മനഃപൂർവ്വമല്ലാത്ത ലഹരിയെ കുറിച്ച് പറയുന്നത് തന്നെയാണ് 85ഉം 86ഉം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് കൺസെന്റ് അല്ലെങ്കിൽ അനുമതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 87ഉം 90ഉം. അപ്പൊ
എന്താണ് കൺസെന്റ് അല്ലെങ്കിൽ എന്താണ് അനുമതി നോക്കാം. ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഈസ് ഗുഡ് ഫെയ്ത്ത് ഫോർ എ പേഴ്സൺസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ശ്രദ്ധിക്കുക, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 88. ശ്രദ്ധിക്കുക, എന്താണ്, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 88. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു വ്യക്തി, ഒരു ആക്സിഡന്റ് ആയിട്ട് വന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് ബോധമുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൺസെന്റിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷെ എന്ത് ചെയ്യാം, ഒരു പേഷ്യന്റിന്റെ അനാരോഗ്യം മൂലം പുള്ളിക്കാരൻ മരിച്ചു പോയേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരിക്കലും ഡോക്ടറിനെ അവിടെ കുറ്റക്കാരനാക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണ്, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡോക്ടർ അയാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 88. അപ്പോൾ 88 ഡോക്ടറിന്റെ കേസ് മാത്രം ആലോചിച്ചാൽ വേറെ ഒന്നുമില്ല, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 88. 88 മനസ്സിലായില്ലേ? 85 86 മനസ്സിലായല്ലോ. 85 86 സ്വമേധയല്ലാത്ത ലഹരിയാണ്. 88 ആണെങ്കിൽ അതെന്താണ്, 88 ആണെങ്കിൽ എന്താണ്, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് 88 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 88 പ്രകാരം ഡിഫൻസ് ആയി ഉന്നയിക്കപ്പെടണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം ഇത് പഠിക്കേണ്ട ഒരു കാര്യമില്ല. പരിക്കേറ്റ വ്യക്തിയുടെ പ്രയോജനത്തിന് വേണ്ടി ആയിരിക്കണം കുറ്റകരമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്തത്. അതുപോലെ തന്നെ വേറെ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഡോക്ടർ ഒരു കാര്യം ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അയാൾക്ക് മറ്റേയാളെ ഈ ഒരു പേഷ്യന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല, അല്ലേ? എന്തിനാണ്, അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷെ അത് ദോഷകരമായി ബാധിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് മറ്റേയാളുടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സമ്മതപ്രകാരമാണ് ഡോക്ടർ അത് ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും ഡോക്ടറിന് അതിനകത്ത് കുറ്റക്കാരനായിട്ട് പറയാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 88 പ്രകാരം ഒരു ഓപ്പറേഷന് റിസ്ക് എടുക്കാൻ ഒരു വ്യക്തി തന്റെ ഇച്ഛാശക്തിയോടെ സമ്മതം നൽകുകയും ഓപ്പറേഷനെ തുടർന്ന് അയാൾ മരണപ്പെടുകയും ചെയ്താൽ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഒരിക്കലും കുറ്റക്കാരനാവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് സെക്ഷൻ 88 പറയുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് സെക്ഷൻ 89 എന്ന് പറഞ്ഞാൽ നോക്കാം. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ ഇൻസെയിൻ പേഴ്സൺ ബൈ കൺസെന്റ് ഓഫ് ഗാർഡിയൻ, അല്ലെ? വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ കാര്യമാണ്. പക്ഷെ 89ാമത്തെ കേസിനകത്ത് പറയുന്നത് ഒരു ഇൻസെയിൻ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ 12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള വ്യക്തിയുടെയോ ഗുണത്തെ കരുതിക്കൊണ്ട് സതുദ്ദേശത്തോടെ അയാളുടെ രക്ഷകർത്താവിന്റെ അനുമതി കൊണ്ട് എന്തെയാണ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അയാൾക്ക് ദോഷമായിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രകടിതമായ സമ്മതത്താലോ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണെങ്കിൽ, ആ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഹാനി ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രവൃത്തി കുറ്റകരമാകുന്നില്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് 89. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഒരു സാധാരണ പേഷ്യന്റിന്റെ കാര്യമാണ്. അതേ കാര്യം ഒരു ചിത്തഭ്രമമുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിക്ക് പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു മെന്റൽ ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ കാര്യമോ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഒരു കുട്ടി ഒരു ആക്സിഡന്റ് പറ്റി വരികയാണ്. അപ്പോൾ കുട്ടിക്ക് ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ കുട്ടിയുടെ സമ്മതത്തോടെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് കുട്ടിയാണ് അല്ലെങ്കിൽ അത് ചിത്തഭ്രമമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ഇവരുടെ പാരന്റ്, ഇവരുടെ രക്ഷകർത്താവിന്റെ അനുമതി നമ്മൾ എന്ത് ചെയ്യും, എഴുതി വാങ്ങിക്കും. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ്, അവരെ രക്ഷപ്പെടുത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചിലപ്പോൾ ഇവർ മരിച്ചു പോയേക്കാം, അല്ലെ? അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നാൽ ഒരു കാരണവശാലും അവിടെ ഡോക്ടറിനെ കുറ്റക്കാരനാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 89 കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 88 86 നമ്മൾ പറഞ്ഞത് 85 86 പറഞ്ഞു. 85 86 എന്താണ് പറയുന്നത്, മദ്യലഹരി, അല്ലെ? എങ്ങനെയാണ്, സ്വമേധയാ അല്ലാത്ത ലഹരിയെ കുറിച്ച് പറയുന്നതാണ് 85 86. 87 മുതൽ 90 വരെ പറയുന്ന കൺസെന്റിനെ കുറിച്ചാണ്, അനുമതിയെ കുറിച്ചാണ്. അതിൽ തന്നെ 88 പറയുന്നത് എന്താണ്, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത് 88 ആണ്. അതുപോലെ തന്നെ 89 എന്താണ് പറയുന്നത്,
89 പറയുന്നത് ഒരു ചിത്തഭ്രമമുള്ള ആളുടെയോ ഒരു കുട്ടിയുടെയോ കേസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ സെയിം സിറ്റുവേഷൻ, പക്ഷേ ഇവിടെ കുട്ടിയും ഒരു ചിത്തഭ്രമമുള്ള ആളെയും കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് 89 പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ സതുദ്ദേശത്തിനോട് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് ദോഷമായി മാറുകയാണെങ്കിൽ ആ ഒരു കേസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ആ ഒരു നന്മ ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും കുറ്റക്കാരനായിട്ട് പറയാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 89. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറയുക, ചോദിക്കുക, കാര്യം ഇത് പഠിച്ച് തന്നെ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ 89 പറയുന്നുള്ളൂ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സദ്വിശ്വാസം അല്ലെങ്കിൽ സെക്ഷൻ 92 93 അപ്പോൾ എന്താണ് സെക്ഷൻ 92 93 പറയുന്നത് നമുക്ക് നോക്കാം. ആക്ട് ഡൺ ഇൻ എ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ്. എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത്? ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ് 92. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, അയാളുടെ സമ്മതത്തോടുകൂടി മാത്രമാണ് അല്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? വിത്തൗട്ട് കൺസെന്റ്. 92 പറയുന്നത് കൺസെന്റ് ഇല്ലാതെ, അനുമതി ഇല്ലാതെ. ഇപ്പോൾ എൻ്റെ അനുമതി ഇല്ലാതെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ഒരാൾ നല്ലൊരു കാര്യം ചെയ്യുകയാണ്, പക്ഷെ അതെന്നെ ദോഷകരമായിട്ട് ബാധിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 92. സെക്ഷൻ 92 പ്രകാരം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ലാതാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യപ്പെടേണ്ടി വരികയും എന്നാൽ ആ വ്യക്തിക്ക് തന്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവാം. അതുപോലെ തന്നെ ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃതമായ സംരക്ഷണ ചുമതലയുള്ള രക്ഷകർത്താവോ മറ്റേതെങ്കിലും ആളോ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, ഒരാളുടെ ഗുണത്തിനായി ആത്മവിശ്വാസത്തോടുകൂടി അയാളുടെ സമ്മതം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുന്ന അവസ്ഥ. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറയുന്നതാണ് സെക്ഷൻ 92. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ അയാൾ സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 92. സംശയമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മുടെ പബ്ലിക് ന്യൂയിസൻസ് അല്ലെങ്കിൽ പൊതുശല്യം. അപ്പോൾ നമ്മുടെ പബ്ലിക് ന്യൂയിസൻസ് അല്ലെങ്കിൽ പൊതുജന ശല്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 268. അപ്പോൾ എന്താണ് ഈ പൊതുജന ശല്യം അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസ് എന്ന് പറഞ്ഞാൽ? പൊതുജനങ്ങൾക്ക് ദോഷമോ അപായമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഒരാൾ നിയമവിരുദ്ധമായി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 268. എന്താണ്? പൊതുജനങ്ങൾക്ക് ദോഷമോ അപായമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഒരാൾ നിയമവിരുദ്ധമായി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 268. അതിൽ വേറെ സംശയമില്ലല്ലോ, വേറൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഈ അനാവശ്യമായിട്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, ഇതെല്ലാം ഈ പൊതുശല്യം അല്ലെങ്കിൽ പബ്ലിക് ന്യൂസൻസിനകത്ത് വരുന്നതാണ്. പൊതുജനങ്ങൾക്ക് ദോഷമോ അപായമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന രീതിയിൽ, ഉപദ്രവമോ ഉണ്ടാക്കുന്ന രീതിയിൽ നിയമവിരുദ്ധമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് പൊതുശല്യം എന്ന് പറയുന്നത്. പൊതുശല്യമായ ഒരു പ്രവൃത്തിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹിതമോ ഗുണമോ ഉണ്ടാക്കുന്നു എന്ന കാരണത്താൽ ആ ഉപദ്രവം മാപ്പാക്കപ്പെടുന്നതല്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യത്തില്ല? മാപ്പാക്കപ്പെടുന്നത് അല്ല. പൊതുജനശല്യം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും സെക്ഷൻ 290 പ്രകാരം 200 രൂപയാണ് എന്ത് ചെയ്യുന്നത്? പിഴയായിട്ട് ചുമത്തുന്നത്. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടുന്ന വകുപ്പാണ് കേട്ടോ. അപ്പോൾ 200 രൂപയാണ് നമ്മുടെ പൊതുശല്യത്തിന്റെ ഫൈൻ എന്ന് പറയുന്നത്. 200 രൂപയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പൊതുശല്യത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 268 പൊതുശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് 269 കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 268 268 പൊതുശല്യമാണ്. 269 ആണെങ്കിൽ നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. വേറൊന്നുമില്ല, ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ജീവന് ഹാനികരമാകുന്ന ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 269. എന്താണ്? ഒരു വ്യക്തി നിയമവിരുദ്ധമോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ജീവന് ഹാനികരമാകുന്ന ഒരു പകർച്ചവ്യാധി എന്ത് ചെയ്യാണ്? പടർന്നു പിടിക്കുകയാണ്. ഒരു പകർച്ചവ്യാധി, നമ്മുടെ കൊറോണയുടെ കേസ് തന്നെ കൊണ്ടുവരാം. ഈ കൊറോണയ്ക്ക് എന്ത് ചെയ്യാണ്?
ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കാം എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ദോഷമായിട്ട് മാറിയിരുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 269. ഒരു വ്യക്തി നിയമവിരുദ്ധമോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ജീവന് ഹാനികരമാകുന്ന ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നതിന് കാരണമാവുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 269 എന്ന് അറിഞ്ഞിരിക്കുക. ഈ 269ന്റെ ശിക്ഷ എന്താണ്? ഈ ശിക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ എല്ലാവരും കുഴപ്പിച്ചത് ഈ ശിക്ഷകളാണ്. നമ്മൾ സാധാരണ സെക്ഷനും വകുപ്പും പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ എന്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പൊതുശല്യത്തിൻ്റെ ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ആക്ട് അല്ലെങ്കിൽ എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ജീവന് ഹാനികരമാകുന്ന ഒരു രീതിയിൽ പകർച്ചവ്യാധി പകർന്നു പിടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശിക്ഷകൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെഗ്ലിജന്റ് ആക്ടിന്റെ ശിക്ഷ എത്രയെന്ന് ചോദിച്ചാൽ 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടുന്ന വകുപ്പാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത സെക്ഷൻ 270 നോക്കുക. എന്താണ്? മാലിഗ്നന്റ് ആക്ട് കാസ്റ്റ് ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ് അല്ലേ. അപ്പോൾ വേറൊന്നുമില്ല, ജീവന് അപായകരമായ രോഗത്തിന്റെ പടർച്ച വ്യാപിപ്പിക്കാൻ ഇടയുള്ള വിദ്വേഷപൂർണമായ കാര്യം എന്ന് വെച്ചാൽ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു രോഗം പകർത്താനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കോവിഡിന്റെ കേസ് ഇവിടെയും പറയുന്നത് മനഃപൂർവ്വമാണ് എന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 270 വരുന്നത്. ഓക്കെ, അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 270 എന്ന് അറിഞ്ഞിരിക്കുക. ഈ 270ന്റെ എന്താ ശിക്ഷ എന്താണ്? 2 കൊല്ലത്തോളം ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ആണ് കേട്ടോ. അപ്പോൾ 2 കൊല്ലം വരെ തടവും ശിക്ഷയും ലഭിക്കാൻ കഴിയുന്നതാണ് മനഃപൂർവ്വമായിട്ട് നമ്മൾ ഏതെങ്കിലും രോഗം അല്ലെങ്കിൽ പകർച്ചവ്യാധി വ്യാപിപ്പിച്ചാൽ ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 277 എന്താണ്? 277 ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവിയർ. വേറൊന്നുമില്ല, പൊതു നീരുറവയിലോ പൊതു ജലസംഭരണിയിലോ ജലം മലിനമാക്കിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് 277. അപ്പോൾ 277 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൊതുവായിട്ടുള്ള ജലസ്രോതസ്സുകളോ അല്ലെങ്കിൽ നീരുറവകളോ ജലസംഭരണിയോ മലിനമാക്കുകയാണെങ്കിൽ അത് 277 വരും. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 3 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ. ഇതെന്താണ്? ഒരു ബെയിലബിൾ ഒഫൻസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചായിരുന്നു? നമ്മുടെ സ്വമേധയാ അല്ലാത്ത ലഹരിയെ കുറിച്ചാണ്. അത് 85 വരുന്നത്. 85, 86 സ്വമേധയാ ഉള്ള ലഹരിയെ, സ്വമേധയാ അല്ലാത്ത ലഹരിയെ കുറിച്ച് പറയുന്നതാണ്. എന്നാൽ 87, 90 എന്താണ് പറയുന്നത്? അതിൽ 88 പറയുന്നത് ഒരാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 88ഉം 89 എന്ത് പറയുന്നു? ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള വ്യക്തിയുടെയോ നല്ല സദുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യം അവർക്ക് ദോഷമായിട്ട് ബാധിക്കുകയാണെങ്കിൽ അത് ഈ സെക്ഷൻ 89 വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ ഏത് വകുപ്പിനെ കുറിച്ചായിരുന്നു? സെക്ഷൻ 92 അല്ലേ. സെക്ഷൻ 92 എന്ത് പറഞ്ഞു? നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ കൺസെന്റ് ഇല്ലാതെ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ അനുമതി ഇല്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ് 92 എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പബ്ലിക് ന്യൂസൻസ് പൊതുശല്യത്തെക്കുറിച്ചാണ്. 268 പൊതുശല്യമാണ്. പൊതുശല്യത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 200 രൂപ പിഴയാണ്. 269 എന്താണ് പറയുന്നത്? ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടുകൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഹാനികരമായിട്ടുള്ള പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ അത് 269 വരും. ഇതിന്റെ പിഴ എന്താണ്? നമ്മൾ പറഞ്ഞു 2 കൊല്ലവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ആകും. അതുപോലെ തന്നെ 6 മാസവും തടവും അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ആകും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതാണ് അല്ലേ. കാര്യം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന? വ്യക്തി നിയമവിരുദ്ധമോ അശ്രദ്ധയോടുകൂടി ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി വ്യാപിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷയാണ് 6 മാസം വരെ തടവും പിഴയും. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സെക്ഷൻ 270 വരും. അതിന്റെ പിഴ എന്ന് പറയുന്നത് എന്താണ്? 2 കൊല്ലത്തോളം ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ ഒരുമിച്ചോ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവൻ അപായകരമായിട്ടുള്ള രോഗത്തിന്റെ പടർച്ചയെക്കുറിച്ച് പറയുന്നതാണ് 270 എന്ന് കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 277 പൊതുജല അല്ലെങ്കിൽ പൊതു നീരുറവയിലോ പൊതുജല സംഭരണിയിലോ ജലം മലിനമാക്കിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് 277. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 3 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ളത് കൂടിയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. അപ്പോൾ ഒരു പോർഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന അടുത്തൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പാർട്ട് 3 ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ച ശേഷം മാത്രം പാർട്ട് 3 കാണുക. പാർട്ട് 3യുടെ വീഡിയോ തീർച്ചയായിട്ടും നാളെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫലപ്രദമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.